സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ബുൾസിലെ എത്ര മെമ്പേഴ്സ് വിസാർഡ് കിങ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ബുൾസിലെ പല മെമ്പേഴ്സും നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുള്ളാണ്. ഇതിൽ പലരും വിസാർഡ് കിങ്ങിനേക്കാളും പവർഫുള്ളായി മാറിയിട്ടുമുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാലഞ്ചിൻ്റെ 3rd ഡേ ആണിന്ന്. നമ്മുടെ ചാലഞ്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ചാനലിന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഏകദേശം 77 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സപ്പോർട്ട് നിങ്ങൾ 3ാമത്തെ ദിവസവും കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് 30 ഡേയ്സിനുള്ളിൽ 10K അടുപ്പിക്കുക. എല്ലാവരും സഹായിക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആസ്റ്റ തന്നെയാണ്. ആസ്റ്റയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആസ്റ്റ ഓൾറെഡി നമ്മുടെ വിസാർഡ് കിങ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നുള്ള എല്ലാ വിസാർഡ് കിങ്ങിനെയും സർപ്പാസ് ചെയ്തിട്ടുണ്ട്. ആസ്റ്റയുടെ ആൻറ്റി മാജിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെവിൽ യൂണിയൻ ഫോം ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ ബ്രോക്കൺ ആണ്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ ടോപ്പ് പ്ലേസിൽ വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ബ്ലാക്ക് ബുൾസിൽ തന്നെ ഏറ്റവും പവർഫുൾ മെമ്പറായിട്ട് ഇപ്പോൾ നമ്മുടെ ആസ്റ്റ മാറിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് നമ്മുടെ ക്യാപ്റ്റൻ യാമിയാണ്. നമ്മുടെ ക്യാപ്റ്റൻ യാമി ആ ഡെവിൽ പില്ല് കഴിച്ചതോടുകൂടി നമ്മുടെ ക്യാപ്റ്റൻ യാമിയും വളരെ പവർഫുള്ളായി മാറിയിട്ടുണ്ട്. അല്ലാത്തതിന് നമ്മുടെ ക്യാപ്റ്റൻ യാമി വളരെ പവർഫുള്ളാണ്. ക്യാപ്റ്റൻ യാമിയും ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ക്ലോവർ ആനിമയിൽ ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ വിസാർഡ് കിങ്ങിനെയും നമ്മുടെ ക്യാപ്റ്റൻ യാമിയും സർപ്പാസ് ചെയ്തു. ഈ ഒരു കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ബുൾസിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ നാക്റ്റാണ്. നമുക്കറിയാം നാക്റ്റ് വളരെ പവർഫുള്ളാണ്. നാക്കിൻ്റെ കയ്യിൽ 4 ഡെവിൾസൊക്കെ ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ നാക്റ്റ് വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഫൈറ്റർ കൂടിയാണ്. നമ്മുടെ ആസ്റ്റനെ ഡെവിൽ യൂണിയൻ ട്രെയിൻ ചെയ്യിക്കുന്നത് വരെ നമ്മുടെ നാക്റ്റാണ്. നാക്റ്റു ഇതുവരെയുള്ള എല്ലാ വിസാർഡ് കിങ്സിനെയും നമ്മുടെ നാക്റ്റു സർപ്രൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ നോവലാണ്. നമ്മുടെ ജൂലിയസിൻ്റെ അതേ ലെവലിൽ തന്നെ നമ്മുടെ നോവലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നോവലിൻ്റെ മാജിക് റിസോഴ്സ് നമ്മുടെ ജൂലിയസിൻ്റെ അത്ര തന്നെ ഉണ്ടെന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നമ്മുടെ നോവലും സ്പോട്ട് ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 പേര് നമ്മുടെ ജൂലിയസിൻ്റെ അത്രയൊന്നും പവർഫുൾ അല്ല, പക്ഷേങ്കിൽ ഇവരും പ്രീവിയസ് വിസാർഡ് കിങ്ങിനെയൊക്കെ സർപ്പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ നമുക്ക് വിസാർഡ് കിങ് ലെവലായി തന്നെ കാണാം. ഒന്ന് നമ്മുടെ ചാർമിയാണ്. ചാർമിനെ കണ്ടാൽ അത്ര പവർഫുള്ളായെന്നും തോന്നില്ലെങ്കിലും ഇപ്പം നമ്മുടെ മാങ്കയിൽ ഓരോ പാലഡീൻസിനെ എത്ര ഈസി ആയിട്ടാണ് നമ്മുടെ ചാർമി ഡിഫീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാർമിയും ഒരു വിസാർഡ് കിങ് ലെവൽ ഫൈറ്റർ ആണെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ വരുന്നത് നമ്മുടെ ലെക്ക്. നമുക്കറിയാം ഇവൻ്റെ സ്പീഡ് കൊണ്ട് മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇപ്പോൾ ലെഗ് മാങ്കയിൽ എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മാങ്ക വായിച്ചവർക്കൊക്കെ അറിയാം. സോ ലെഗ് ഈ ലിസ്റ്റിൽ ഒരു സ്പോട്ട് ഡിസർവ് ചെയ്യുന്നുണ്ട്. സോ ഈ 6 പേരാണ് നമ്മുടെ ബ്ലാക്ക് ബുൾസിൽ ഇപ്പോൾ വിസാർഡ് കിങ് ലെവലിൽ എത്തിയിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ച് നിങ്ങൾ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ 10K അടുപ്പിക്കാൻ ഒന്ന് സഹായിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.